ഒരു ദിവസം നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരെല്ലാം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിങ്ങൾ ഒഴികെയുള്ള ബാക്കി മനുഷ്യരെല്ലാം റോബോട്ടുകളായി മാറുന്ന ഓർത്തു നോക്കൂ. എല്ലാവർക്കും ഒരേ ചിന്തകൾ, ഒരേ ഭാവം, ഒരേ സ്വഭാവം, എന്തിനും ഏതിനും ഉത്തരമുള്ള, എല്ലാ ഭാഷയും അറിയുന്ന, എല്ലാം അറിയുന്ന ചാറ്റ്ജിപിടിയോ ജെമിനിയോ ഒക്കെ ആയിട്ട് മാറുന്നത്. ചാറ്റ്ജിപിടിയിൽ ചോദ്യം ചോദിച്ച് ഉത്തരം കണ്ടെത്തുന്നത് പോലെ നിങ്ങളുടെ മനുഷ്യരോട് സംസാരിക്കേണ്ടി വരുന്ന ഓർത്തു നോക്കൂ. ഈ പറഞ്ഞ പ്ലോട്ടിനേക്കാൾ ഹൈലി ഹോണ്ടിങ് ആൻഡ് ഇൻട്രൂഗിങ് ആണ് പ്ലൂരിബസ്, വിൻസ് ഗില്ലിഗന്റെ ദ പെർഫെക്റ്റ് അറ്റ് പ്ലൂരിബസ്. ലാബിൽ പരീക്ഷണത്തിനായി കരുതിയ എലികളിൽ ഒന്നിൽ നിന്നും ഒരു വൈറസ് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നു. കോവിഡ് പരന്ന ഓർമ്മയില്ലേ? അതിൽ 100 1000 മടങ്ങ് വേഗത്തിൽ. നിന്ന നിൽപ്പിന് ലോകത്തെ മുഴുവൻ യാന്ത്രികമായ ഒരു ഹാപ്പിനെസ്സിലേക്ക് എന്തോ ആരോ മനുഷ്യനെ തളച്ചിടുന്നു. ഒറ്റ മനസ്സായി മുന്നേറണമെന്നൊക്കെ പണ്ട് പഠിച്ചിരുന്നില്ലേ? പൂർണ്ണാർത്ഥത്തിൽ ലോകം ഒരൊറ്റ മനസ്സായി മാറുന്നു. എല്ലാം മാറുന്നു. എങ്ങും സന്തോഷവും സമാധാനവും മാത്രം. യുദ്ധമില്ല, കലാപമില്ല, വേർതിരിവുകളൊന്നുമില്ല. പക്ഷെ ഒരാൾക്ക് മാത്രം മാറ്റമില്ല. വിഖ്യാത എഴുത്തുകാരി കാരൽ. അവരിൽ മാത്രം പഴയ അതേ ഡെസ്പിറേഷൻസ്, അതേ ഡിസപ്പോയിന്റ്മെന്റ്സ്, ആങ്സൈറ്റി, കൂടുതൽ പേടികൾ, ഒപ്പം കഠിനമായ ഗ്രീഫും. ആ ലോകത്ത് എങ്ങനെ കാരൽ സർവൈവ് ചെയ്യും? ഇൻഡിവിജ്വാലിറ്റിയുടെ ലാസ്റ്റ് പോയിന്റ് എന്നത് മാത്രമല്ല, ഈ മാറ്റത്തിലെ ഡേഞ്ചർ മുഴുവൻ അവരെ അലട്ടുന്നുണ്ട്. പുതിയ ലോകം എത്ര സുന്ദരമാണെന്ന ചിന്തയിലേക്ക് പ്രേക്ഷകരെത്തുന്ന അതേ നിമിഷം അതിലെ അപകടവും എഴുത്തുകാരൻ കാണിച്ചു തരും. ഇതിൽ തെറ്റേതാണ് ശരി ഏതാണ് എന്ന കൺഫ്യൂഷനിലും കാരൽ എന്ന നായികയ്ക്കൊപ്പം തന്നെ സഞ്ചരിക്കാൻ പ്രേക്ഷകർക്ക് കഴിയുന്നതാണ് അതിലെ മാജിക്. മോസ്റ്റ് മിസറബിൾ പേഴ്സൺ ഓൺ എർത്ത് ട്രൈസ് ടു സേവ് വേൾഡ് ഫ്രം ഹാപ്പിനെസ്. ഭൂമിയിലെ ഏറ്റവും ദുഃഖിതനായ മനുഷ്യൻ ലോകത്തെ സന്തോഷത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് വിൻസ് ഈ ഷോയെ ഒറ്റ വാക്കിൽ വിവരിക്കുന്നത്. വിൻസിനെ മനസ്സിലായില്ലേ? മനസ്സിലാകാതിരിക്കാൻ വഴിയില്ല. ബ്രേക്കിംഗ് ബാഡ്, ബെറ്റർ കോൾ സോൾ, എക്സ് ഫയൽസ് തുടങ്ങിയ ഷോകൾ കൊണ്ട് ലോകത്തെ മുഴുവൻ സ്ക്രീനിന് മുന്നിൽ ദീർഘകാലം പിടിച്ചിരുത്തിയ വിൻസ് ഗില്ലിഗനെ അറിയാതിരിക്കാൻ വഴിയില്ല. ഏറ്റവും അധികം റേറ്റിംഗ് ലഭിച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇട്ട പെർഫെക്റ്റ്ലി ക്രാഫ്റ്റഡ് ഷോ ആയിരുന്നു ബ്രേക്കിംഗ് ബാഡ്. ഇതിലും മികച്ചത് ഇനി വരാനില്ല എന്ന പ്രതീതി സൃഷ്ടിച്ചെടുത്തു നിന്നാണ് അതേ ഷോയുടെ ശില്പി അതുക്കും മുകളിൽ മറ്റൊരു ഷോയുമായി എത്തുന്നത്. തന്റെ ഏറ്റവും ബെസ്റ്റ് ഷോ പ്ലൂരിബസ് ആയിരിക്കും എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞപ്പോഴും ബ്രേക്കിംഗ് ബാഡിന്റെ കിക്ക് കൊണ്ട് അത് അവിശ്വസിച്ച് നിന്നവരിലേക്കാണ് പുതിയ ഷോയുടെ പൈലറ്റ് എപ്പിസോഡുകൾ എത്തിയത്. ആദ്യ എപ്പിസോഡിൽ ക്രിയേറ്റ് ചെയ്തെടുത്ത ഭീതിയെ നിലനിർത്തുമ്പോഴും സ്വഭാവത്തെ ടോട്ടലി പൊളിച്ചുകൊണ്ടാണ് രണ്ടാം എപ്പിസോഡിന്റെ ആർക്കിടെക്ചർ. എക്സ്റ്റൻഷൻ പോലെ മൂന്നാം എപ്പിസോഡും കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി. പ്രഡിക്ഷനുകൾക്ക് സ്കോപ്പ് നൽകാതെ ആ ക്രാഫ്റ്റ്മാൻ നമ്മളെ കൊണ്ടുപോകുന്നത് ഇത് എങ്ങോട്ടാണെന്ന് തോന്നും. ബ്രേക്കിംഗ് ബാഡിന് 97% റേറ്റിംഗ് നൽകിയ റോട്ടൺ ടൊമാറ്റോസ് പ്ലൂരിബസിന് നൽകിയത് 100% റേറ്റിംഗ് ആണ്. എ കംപ്ലീറ്റ് ഷോ. അമ്പരപ്പിക്കുന്ന വിഷ്വലുകളാണ് കഥയോളം പിടിച്ചിരുത്തുന്ന മറ്റൊന്ന്. ഒരു രാത്രിയിലെ ലോകത്തിന്റെ തലകീഴായുള്ള മലക്കമറയിലടക്കം ശാന്തമായൊരു പകൽ വെളിച്ചത്തിലും ഭയം നിറയ്ക്കുന്ന സുന്ദര ലോകമാണ് മാർഷൽ ആഡംസും പോളും ചേർന്ന് ഒരുക്കുന്നത്. കഥയെ മുഴുവൻ ഷോൾഡർ ചെയ്യുന്നത് റേസി ഹോണിന്റെ കാരൽ ആണ്. ബെറ്റർ കോൾ സോളിലെ കിം. റേസി ഹോണിനെ ഒരു മെഗാസ്റ്റാർ ആക്കി എടുക്കാൻ അവർ ആവശ്യപ്പെടുന്ന എത്രയോ അത്രയും എപ്പിസോഡുകൾ പ്ലൂരിബസിൽ ഉണ്ടാകുമെന്നാണ് വിൻസ് പറയുന്നത്. 9 എപ്പിസോഡുകളുള്ള ആദ്യ സീസൺ ഡിസംബർ 26 അവസാനിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എല്ലാ വെള്ളിയാഴ്ചയും ആപ്പിൾ ടിവിയിൽ റിലീസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കഥ ഇത് എവിടെ എത്തും?